അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര താരം കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രി 7:15 മരണം. മൃതദേഹം സംഗീത നാടക അക്കാദമിയിലും ചാലക്കുടി ടൗൺ ഹാളിലും ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനത്തിന് വയ്ക്കും. കരൾ രോഗബാധയെ തുടർന്ന് 2 ദിവസം മുൻപാണ് മണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചലച്ചിത്ര താരം കലാഭവൻ മണി അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുണ്ടെന്ന വാർത്ത പുറത്തുവരുന്നത് തന്നെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു. കരൾ രോഗത്തെ തുടർന്ന് കലാഭവൻ മണി നേരത്തെ ഇവിടെ ചികിത്സയിലായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് അത്യാസന്ന നിലയിലായ അദ്ദേഹത്തെ ഇന്നലെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വൈകുന്നേരം 7:15 മലയാളത്തിന്റെ പ്രിയ നടൻ അന്തരിച്ചു. എന്നാൽ മരണകാരണം സംബന്ധിച്ച് ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നു. മദ്യത്തിൽ വിഷാംശം കലർന്നതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുമുണ്ട്. വിഷാംശം ഉള്ളിൽ ചെന്നതായി ഡോക്ടർമാർക്ക് സംശയമുണ്ടായിരുന്നതിനാൽ ചേരനല്ലൂർ ചാലക്കുടി പോലീസിനെ ആശുപത്രി അധികൃതർ വിവരമറിയിച്ചു. മണിയുടെ മൊഴിയെടുക്കുന്നതിനായി പോലീസ് ആശുപത്രിയിലേക്ക് എത്താനിരിക്കെയാണ് മരണം സംഭവിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ കൈമാറാൻ ആശുപത്രി അധികൃതരും തയ്യാറായില്ല. പ്രിയ നടനെ ഒരു നോക്ക് കാണാൻ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ ആശുപത്രിയിലേക്കെത്തി. ചലച്ചിത്ര താരങ്ങളായ സലീം കുമാർ, ദിലീപ്, നാദിർ ഷാ, മഞ്ജു വാര്യർ, സാദിഖ്, കലാഭവൻ അൻസാർ തുടങ്ങിയവരും സംവിധായകരായ ബ്ലസ്സി, സിദ്ദിഖ്, തിരക്കഥാകൃത്ത് SN സ്വാമി തുടങ്ങിയ നിരവധി പ്രമുഖരും മണിയെ ഒരു നോക്ക് കാണാനെത്തി. പി രാജീവ്, ഹൈബി ഈഡൻ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും കലാഭവൻ മണിയെ കാണാൻ ആശുപത്രിയിലെത്തി. പ്രിയ നടന്റെ മരണവിവരം വിശ്വസിക്കാനാകാതെ നൂറുകണക്കിന് ജനങ്ങൾ ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തി. രാത്രി 9:30 മണിയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. രാവിലെ 9 മണിക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷം മണി പഠിച്ച ചാലക്കുടി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. ചാലക്കുടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.